ഇതെവിടെ എവിടത്തൊക്കെ വന്നു വീട് പെണ്ണേ? ഒന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ടൊക്കെ വന്നൂടെ? നീ സൗണ്ട് ഉണ്ടാക്കിയിട്ടൊന്നല്ലോ വന്നേ. പതുങ്ങി പതുങ്ങി വന്നെ ഞാൻ കണ്ടായിരുന്നു. നിനക്ക് എന്തൊരു ഈടായിട്ട് പ്രശ്നമൊന്നും ഇല്ലായിരിക്കായിരുന്നില്ല. എന്ത് പ്രശ്നം? പിന്നെയും തുടങ്ങി എനക്ക്. നീ ചുമ്മാ നമ്പർ ഇറക്കില്ലേ യേശു? എന്തൊരു നമ്പർ ഇറക്കില്ലെന്ന്? നീയാണിപ്പോ നമ്പർ ഇറക്കിക്കൊണ്ടിരിക്കണേ. നീ ഒന്ന് ഷോ കാണിക്കണ്ട ഫോൺ തന്നെ. ഞാൻ എന്തൊരു ഷോ കാണിക്കേ? ഇപ്പൊ എന്റെ ഫോൺ നിനക്ക് എന്തിനാ? അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെ നേർത്തെടുത്ത ഫോട്ടോ ഇല്ലേ, നീ അത് അലീന ഫ്രാൻസിസിന് അയച്ചു കൊടുക്കണ്ടോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പിന്നെ എനിക്ക് വേറെ വേലയില്ലല്ലോ. അലീന ഫ്രാൻസിസിനോടാണ് ഇവിടുത്തെ ഫോട്ടോ. ആ ഹരിതോ, നീ എവിടെ പറയണ കേട്ടാ? എന്താ സംഭവേ, നമ്മള് നേരത്തെ ഒരു സെൽഫി എടുത്തില്ലേ, അത് ഞാൻ അടുത്ത അലീന ഫ്രാൻസിസിന് അയച്ചു കൊടുത്തെന്ന് സംശയം. അയ്യേ, എന്തോന്ന് മെർലിനെ ഇങ്ങനെ സംശയിക്കുന്നേ? തന്റെ റിച്ച് എഡ്യൂക്കേറ്റഡ് ആയ ഫാമിലി ഒക്കെ അല്ലേ? പറഞ്ഞു തരുമ്പോ എല്ലാരും ഇതേപോലെ തന്നെ അല്ലേ? കണക്ക് തന്നെ. അതെ, ഞാൻ തന്നോട് സംസാരിക്കണ്ടെന്ന് വിചാരിച്ചെങ്കിൽ ആദ്യം വന്നേ. അല്ലെങ്കിൽ താൻ ആരാ? ഞാൻ കേശുവിന്റെ ക്ലോസ് ഫ്രണ്ട്. താൻ ജസ്റ്റ് ഫ്രണ്ട് മാത്രല്ലേ? എന്നാ ഞാൻ അങ്ങനെ അല്ല. താൻ അങ്ങനെ ആയിരിക്കൂല, പക്ഷെ കേശു അങ്ങനെയല്ല. കേശു അങ്ങനെ അല്ലാന്നാ? എന്നാ ആര് പറഞ്ഞു? കേശുവിന്റെ മനസ്സൊക്കെ എനിക്കറിയാം. എന്നാ പറ, എന്താ കേശുവിന്റെ മനസ്സില്? കേശുവിന്റെ മനസ്സില് ഞാൻ പറയട്ടെ? അല്ലെങ്കിൽ ഉണ്ടോ ഞാൻ പിന്നെ പറയാം. പിന്നെ പറയാന്നാ? നീ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി. മെർലിന അതിനെ ചൂടായിട്ടൊന്നും കാര്യമില്ല. അതെ, ഞാനും അലീന ഫ്രാൻസിസും ഒക്കെ കേശുവിന്റെ കുഞ്ഞിലെ മുതലുള്ള ഫ്രണ്ട്സാ. ഞങ്ങൾക്കറിയാം കേശുവിന്റെ മനസ്സൊക്കെ. അല്ലേ കേശു? ഒരാളെ കുഞ്ഞിലെ മുതൽ അറിയാന്ന് വിചാരിച്ചിട്ടേ അയാളുടെ മനസ്സ് മൊത്തം മനസ്സിലാക്കാൻ പറ്റുമെന്ന് ആരാ പറഞ്ഞേ? അതെ, നീ വിചാരിക്കണ പോലെയാണ് കാര്യങ്ങളെന്ന് നിന്റെ വിചാരാണ്. ആദ്യം നീയേ ഈ ജാടി മുടയൊക്കെ കുറച്ചിട്ട് ഭൂമിയിൽ മര്യാദയ്ക്ക് ചവിട്ടി നിൽക്കാൻ പഠിക്കും. അല്ലേ കേശു? അല്ല, ഇതൊക്കെ പറയാൻ താനാരാ? എന്തോന്നത്? അവിടുത്തെ അടി പോരാഞ്ഞിട്ടാണ് ഇവിടെ വന്ന് വഴക്കുണ്ടാക്കണേ. ഒരു കാര്യം പറയാം, നല്ലൊരു ദിവസമായിട്ട് അലമ്പുണ്ടാക്കാനാണ് പരിപാടി എങ്കിൽ എല്ലാത്തിനും ഞാൻ ഇപ്പൊ ഇറക്കി വിടും. കേശുവേ, ഹരിതേ, അലീന, കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതെവിടെ നടക്കൂല. ചേച്ചിനോടും കേശുവിന്റെ കുടുംബത്തിനോടുള്ള സ്നേഹം കൊണ്ട് പറയാം, എന്നെ അലീനേനെ നിങ്ങൾക്ക് ചിലപ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ ഇതിനുണ്ടല്ലോ, നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അത് ഞാൻ പണ്ടേ നിന്റെ അടുത്ത് പറഞ്ഞതാ അല്ലേ കേശു? ഓ കേശു, ഹരിതേ. എന്താ കേശു? ഒന്നുമില്ല, ചുമ്മാ കേശു, നിനക്കെന്ത്? അത് തന്നെ മെറിൽ എന്ത്? ഞാൻ പോണ്. ദേ കൊച്ചെ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിന്റെ പാരന്റ്സിന്റെ അടുത്ത് പെർമിഷൻ ഒക്കെ ചോദിച്ച് ഇവിടെ വന്നത്. അലമ്പുണ്ടാക്കി പോവാനുള്ള പരിപാടിയാണെങ്കിൽ ഈ കുടുംബത്തോ പാറമട വീട്ടിലോ കാലൂത്താൻ ഞാൻ സമ്മതിക്കൂല. പിന്നെ ഇവനെ സോപ്പിട്ട് കൊണ്ടുപോകാന്ന് വിചാരിക്കണ്ട, ഇവൻ നിന്റെ വഴിക്ക് വരുവോ ഇല്ല. എന്നാ കേശു രക്ഷപ്പെട്ടു അല്ലേ കേശു? കേശു, കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.